അസ്സലാമു അലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യത്തിന് ഇതിനായിട്ട് ചെറിയ 7 വഴുതനങ്ങയാണ് എടുത്തിട്ടുള്ളത്. പിഞ്ച് വഴുതനങ്ങ നോക്കിയെടുക്കുക. ഇത് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം ഞെട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കുക. വഴുതനങ്ങ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു കടായിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. നല്ലെണ്ണയിൽ ചെയ്തിട്ടെടുക്കുമ്പോൾ കുറച്ചധികം ദിവസം കേടുകൂടാതിരിക്കും. നല്ലെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് 10 വെളുത്തുള്ളി അല്ലികൾ ചേർത്ത് കൊടുക്കുക. ഇത് ചെറിയ വെളുത്തുള്ളി അല്ലികൾ ആയതുകൊണ്ടാണ് 10 എണ്ണം എടുത്തിട്ടുള്ളത്. വലിയ വെളുത്തുള്ളി അല്ലിയാണെന്നുണ്ടെങ്കിൽ 5-6 എണ്ണമൊക്കെ എടുക്കാവുന്നതാണ്. വെളുത്തുള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കുക. വഴുതനങ്ങ എല്ലാം നല്ലതുപോലെ ഒന്ന് മൊരിഞ്ഞു വരണം. മീഡിയം ഫ്ലെയിം വെച്ച് കൊടുക്കുക. ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. വെളുത്തുള്ളിയും അതുപോലെ തന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത വഴുതനങ്ങയും വാടി ഒന്ന് മൊരിഞ്ഞു വരണം. വഴുതനങ്ങ എല്ലാം വാടി നല്ലോണം മൊരിഞ്ഞ് ഒരു ഗോൾഡൻ നിറം ആയിട്ടുണ്ട്. ഈ സമയം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നോക്കുക വെന്തിട്ടുണ്ടോന്ന്. അപ്പോൾ പ്രസ് ചെയ്ത് നോക്കുമ്പോൾ വെന്തിട്ടുണ്ട്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. വീണ്ടും അതേ കടായിൽ തന്നെ 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1-2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. നല്ലെണ്ണ ഒന്ന് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുകിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ തന്നെ ഒരു 12 ഉലുവ എടുത്തിട്ടുണ്ട്. 10-12 ഉലുവ എടുക്കുക. കൂടുതലായി പോകരുത്, എന്നാൽ പിന്നെ ഒരു കൈപ്രസം ഉണ്ടാവും. അപ്പോൾ കടുകെല്ലാം ഒന്ന് പൊട്ടിയതിന് ശേഷം 2 വറ്റൽമുളക് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ വറ്റൽമുളകും കൂടി ഇതാ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വലിയ ജീരകം ചതച്ചത് ചേർത്ത് കൊടുക്കാം. ചതച്ചതോ അല്ലാന്നുണ്ടെങ്കിൽ മുഴുവനായിട്ടോ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ചതച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വലിയ ജീരകം എല്ലാം ഒന്ന് മൂത്ത് വരട്ടെ. ചെറിയ ജീരകമല്ല, പെരിഞ്ജീരകമാണ് എടുത്തിട്ടുള്ളത്. വലിയ ജീരകം എല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. ഇനി സവാള ഒന്ന് വഴന്ന് കിട്ടുന്നതിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ലാസ്റ്റിൽ നമുക്ക് ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പില ഇതുപോലെ ഞെരടി ചേർത്ത് കൊടുക്കുക. ഇനി സവാള എല്ലാം ഒരു ഗോൾഡൻ നിറാവുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ വഴറ്റിയെടുത്ത വഴുതനങ്ങയുടെയും വെളുത്തുള്ളിയുടെയും ചൂടൊക്കെ മാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇപ്പം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പൾസ് മോഡിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. ഒരുപാട് അങ്ങ് അരഞ്ഞ് പേസ്റ്റായി പോകരുത്. ഇപ്പം അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വഴുതനങ്ങ അടിച്ചെടുക്കുക. ഒരുപാട് അങ്ങ് പേസ്റ്റ് പരുവത്തിന് ആയി പോകരുത്. അപ്പോൾ സവാളൊക്കെ നല്ലൊരു ഗോൾഡൻ നിറായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ചേർക്കാം. കായപ്പൊടിയും കൂടി പോകരുത്. ഒരു 1/4 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഒരു 10 സെക്കൻഡ് ഇളക്കി കൊടുത്ത് ആ ഇഞ്ചിയുടെ ഒരു പച്ചച്ചുവ ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കാം. തക്കാളി എല്ലാം ഒന്ന് വാടി വരട്ടെ. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. സാധാരണ എരിവുള്ള മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. ഇനി പൊടിയുടെ പച്ചമണം മാറിക്കിട്ടുന്നവരെ ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അടിച്ചു വെച്ചിരിക്കുന്ന കത്രിക്കയുടെ മിക്സ് ഇല്ലേ, കത്രിക്കയും വെളുത്തുള്ളിയും അടിച്ചു വെച്ചിരിക്കുന്ന ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്നെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 10 സെക്കൻഡ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എത്രയാണോ നിങ്ങൾക്ക് ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഇതിലേക്ക്
ഈ ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഒരു 1/2 കപ്പ് വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിൽ നിന്നും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഉപ്പ് നോക്കിയപ്പോൾ കുറവായതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. എരിയും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ ശർക്കര പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ്. ശർക്കര വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. അതും കൂടി ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഫ്ലെയിം കുറച്ച് വെച്ച് കൊടുക്കുക. ഇതിൽ നിന്നും എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരണം. ഒരു 2 മിനിറ്റൊക്കെ ഇതുപോലെ ഇങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഒരു 2-3 മിനിറ്റ് ആയപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ലാസ്റ്റിൽ നമുക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ല, നല്ല കുറുകിയ കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും ലഞ്ചിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. അപ്പോൾ ഇതാ വഴുതനങ്ങ വെച്ചിട്ട് എല്ലാത്തിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറി ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ഒരു പ്രാവശ്യം നിങ്ങൾ വഴുതനങ്ങ വെച്ചിട്ടുള്ള ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്